കുറെ നാൾ കൂടി ഇന്നൊരു വാട്ട കണ്ടാലോ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചിയാ സീഡ് വാട്ടർ കുടിച്ചുകൊണ്ട് ഉദ്ഘാടനം അങ്ങ് നിർവഹിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ 2 ബ്രെഡിനകത്തോട്ട് പീനട്ട് ബട്ടർ തേച്ച് അതിന്റെ മുകളിൽ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഴവും കൂടെ അരിഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് പരുവത്തിലാണ് കഴിച്ചത്. നോർമലി ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് യൂസ് ചെയ്യാറ്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ടാണ് വൈറ്റ് ബ്രെഡ് കഴിച്ചത്. ഉച്ചക്കത്തേക്ക് അത്യാവശ്യം ഹെവി ആയിക്കോട്ടെ എന്ന് കരുതി ഒരു മിക്സഡ് റൈസ് ആണ് ഉണ്ടാക്കിയത്. നിറയെ വെജിറ്റബിൾസും മുട്ടയും പനീറും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കിടിലൻ ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. മുട്ട, പനീർ, ചിക്കൻ ഇത് മൂന്നും എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് പീലിയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓറഞ്ച് കഴിച്ചു. പിന്നെ ഈ ഒരു കപ്പലണ്ടി മുട്ടയെ അത് പീലിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തതാണ്, പക്ഷെ അത് പൊട്ടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കുഞ്ഞു കഷ്ണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച് നല്ലതുപോലെ വയറ് നിറച്ച് കഴിച്ചതുകൊണ്ട് തന്നെ രാത്രിയിലത്തെ അത്താഴം വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു ഹെൽത്തി ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ വെട്ടി അരിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സാധാ ഓംലെറ്റും ചപ്പാത്തിയും കൂട്ടി കഴിച്ചിട്ട് അടുക്കള അങ്ങ് അടച്ചു. അപ്പോൾ ഓക്കെ, ബൈ.